ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ലിറ്റിൽ ഗ്രേസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേര് പറയുന്നത്. എൻ്റെ പേര് തുളസി എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ താരനും ഇല്ലാതാക്കാനുള്ള ഒരു ഹെയർ പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ വരുന്നത്? അപ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മുടെ തലമുടി കൊഴിയാൻ. അപ്പോൾ അതിൽ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മളിൽ പലരും ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സ്ട്രെസ്സ് അനുഭവിക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമാണ് അതിൻ്റെ പ്രോബ്ലം എന്ന്. പക്ഷേ നമ്മുടെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ മുടിക്കെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ മുടി കൊഴിച്ചിൽ കൂടാനുള്ള ഒന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ടെൻഷൻ കുറയ്ക്കുക. ഇനിയിപ്പോൾ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏജിങ്. ഇപ്പോൾ നമ്മൾ പ്രായമാവുന്നതിൻ്റെ കൂടെ നമ്മുടെ മുടി നരയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു 30 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെയർ കെയറിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മുടി കൊഴിയുന്നത് നമ്മൾ അറിയേയില്ല. കാരണം അത് എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ മാറും. അപ്പോൾ പിന്നെ നമ്മളത് നോട്ടീസ് ചെയ്യാതാവും. അപ്പോൾ പിന്നെ മുടി തീരെ ഇല്ലാണ്ടാവുമ്പോഴേ നമ്മൾ ഇതിനെപ്പറ്റി ഓർത്ത് എന്താ പറയുക ദുഃഖിക്കുള്ളൂ. നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കെമിക്കൽ കണ്ടൻസ് കൂടുതലുള്ള ഹെയർ പ്രൊഡക്ട്സൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. നമ്മൾ മുടിയിൽ ഓവറായിട്ട് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് ഹെയർ ക്രീംസ്, പിന്നെ നമ്മൾ സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ അയൺ ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഹെയർ ഡ്രയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകും. പിന്നെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു രോഗത്തിന് സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള പ്രതിവിധി തേടുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള, അതായത് ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ആളുകൾ ജങ്ക് ഫുഡ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. ആളുകൾ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടുതലുള്ള ഉപയോഗം കാരണം നമ്മുടെ ഹെയർ ലോസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുറത്തെന്ന് വെച്ചാൽ അവർ ഒരുപാട് കെമിക്കൽസൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുള്ള താരൻ കാരണം, അപ്പോൾ താരൻ ഇതുപോലെ തന്നെ ടെൻഷൻ കാരണവും ചിലപ്പം താരൻ്റെ അളവ് കൂടും. താരൻ വരാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് വൃത്തികേടായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നാകെ അങ്ങോട്ട് പടരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് ആദ്യം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മൾ ഹെയർ കൊണ്ട് നടക്കുക. മാക്സിമം നമ്മൾ കോമ്പ്, അതായത് ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ വേറെ ഉള്ള കോമ്പ് ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോമ്പ് അത് ക്ലീനാക്കി സൂക്ഷിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അളവൊന്ന് കുറയ്ക്കാം. പിന്നെ ഏതെങ്കിലും എണ്ണ, താരൻ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അതായത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 2-3 തവണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും അതുപോലെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുക. ഇപ്പോൾ റെഡ് മീറ്റ്, അതുപോലെ വാൾനട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ ഇലക്കറികൾ. അപ്പോൾ ഇലക്കറികൾ എന്ന് വെച്ചാൽ പച്ച കളറിലുള്ള എന്ത് ഇല വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ഹെയർ ഫോളിനെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഉറുമാമ്പഴം, പോമഗ്രാനേറ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ ബ്രെയിൻ ഷേപ്പിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ തലമുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ കിട്ടിയാൽ കഴിച്ചോളൂ. പിന്നെ പഴം നന്നായിട്ട് കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാൽമൺ എന്ന് പറഞ്ഞ ഫിഷ്. അപ്പോൾ ഈ ഫിഷ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ മത്തിയോ അയിലോ കഴിച്ചാലും മതി. ഇവിടെ നാട്ടിലതല്ല കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ മുടി ചീകുമ്പോൾ നല്ല വൈറ്റ് കോമ്പ്, അതായത് കോമ്പിൻ്റെ പല്ലുണ്ടല്ലോ അത് കുറച്ച് അകന്നിരിക്കുന്നത് ഉപയോഗിക്കുക. അപ്പോൾ അത് വളരെ നല്ലതാണ്.
പിന്നെ മുടി നന്നായിട്ട് ചൂടാവുന്ന രീതിയിലുള്ള സ്റ്റൈലിംഗ് ഒന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല റൈറ്റ് പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഹെയർ ഫോളിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഷാമ്പു, കണ്ടീഷണർ ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. നമ്മൾ തലയണ വെക്കുമ്പോൾ നമ്മളെല്ലാവരും കോട്ടൺ തലയണയാണ് വെക്കാറ്. അധികം പേരും വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സാറ്റിൻ ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ച് മിനുസുള്ള ആ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ റഫുള്ള മെറ്റീരിയൽ ആകുമ്പോൾ ഫ്രിക്ഷൻ കൂടി, അപ്പോൾ ഹെയർ ഫോൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹെയറിൻ്റെ ആരോഗ്യത്തിന് ഈ വെള്ളം കൂടി ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ ഹൈഡ്രേറ്റ് ആക്കി സൂക്ഷിക്കണം. നമുക്ക് ഹെയർ സിറംസ് ഉപയോഗിക്കാം തലയിൽ. കാരണം മുടി ഒരിക്കലും ഡ്രൈ ആക്കി നിങ്ങൾ സൂക്ഷിക്കരുത്. ഇപ്പോൾ ഹെയർ സിറം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് തലയിൽ പുരട്ടുക. നമ്മൾ മുടി ഷാമ്പു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ മുമ്പ് നമ്മളിത് കുതിർക്കാൻ വയ്ക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഉലുവ കുതിർന്ന് വരുന്നതിനനുസരിച്ച് ഈ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. എങ്കിലത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. അപ്പോൾ വലിയ പാത്രത്തിൽ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ ഉലുവയാണ് ഇതിലെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് മനസ്സിലായല്ലോ. ഉലുവയുടെ ഗുണം എന്ന് വെച്ചാൽ ഒരുപാടാണ്. നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയിലെ താരം പോവാനും പിന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടും. അത് മാത്രമല്ല മുടി നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ട്. അപ്പോൾ ഉലുവ നമ്മൾ പല രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ കുതിർക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതോടെ മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത്തെ സാധനം എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയെ പറ്റി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇത്രയും നല്ലൊരു സാധനം ഭൂമിയിൽ വേറെ ഇല്ല. അപ്പോൾ കറ്റാർവാഴയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് അളവില്ല. കാരണം നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ കറ്റാർവാഴയുടെ നീരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഈ കൺസിസ്റ്റൻസി തീരുമാനിക്കുന്നത് ഈ കറ്റാർവാഴയുടെ ഇത് വെച്ചാണ്, പൾപ്പ് വെച്ചാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഈ കറ്റാർവാഴയുടെ നീര് കൂടുതൽ ആഡ് ചെയ്തിട്ട്. കറ്റാർവാഴ മുടി നന്നായിട്ട് വളരാനും താരൻ പോവാനും മുടി നല്ല സോഫ്റ്റ് ആവാനും പിന്നെ നല്ലൊരു തിളക്കം മുടിക്ക് കിട്ടും. ഒരുപാട് ഗുണങ്ങൾ കറ്റാർവാഴ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കറ്റാർവാഴ വെറുതെ ഉപയോഗിക്കുകയാണെങ്കിലും ബെസ്റ്റാണ് താരം പോവാനും മുടി നന്നായിട്ട് വളരാനും. പിന്നെ മൂന്നാമത്തത് തൈരാണ്. തൈര് നമ്മൾ അധികം എടുക്കുന്നില്ല. തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരൻ പെട്ടെന്ന് പോകും. അപ്പോൾ തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ തല നന്നായിട്ട് ക്ലീൻ ചെയ്യും. മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇടണം. അപ്പോൾ അത് ചെയ്യാം. കറ്റാർവാഴ ഇപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിത് അരയ്ക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് കറ്റാർവാഴയുടെ നീര് ചേർത്ത് കൊടുക്കും. പിന്നെ തൈര് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ്. ഈ സ്പൂൺ നോക്കണ്ട, ഇതിൻ്റെ അളവല്ല. ഞാൻ 2 ടേബിൾ സ്പൂണാണ് കറക്റ്റ് അളവ്. അപ്പോൾ അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആക്കണം. കണ്ടല്ലേ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറേശ്ശെ കൂടി കറ്റാർവാഴയുടെ നീര് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ കുളിക്കാൻ പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് വേണം ഇത് തലയിൽ പുരട്ടാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് തലയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് പുരട്ടുക. അത് കഴിഞ്ഞിട്ട് ഇത് തലയോട്ടിയിലാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ തേക്കുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 80% ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് ഉണങ്ങണ്ട. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞത് ഉലുവയാണുള്ളത്. അപ്പോൾ ഉലുവ എന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ മുടിയിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 80% വരെ വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഉപയോഗിക്കണം നിർബന്ധമുള്ളവർക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും മൈൽഡായിട്ടുള്ള, അതായത് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് താളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.